കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുഖ്യപ്രതി ഷമീമ എന്ന ജിന്നുമ്മ 45 ദിവസത്തെ രഹസ്യ പൂജ നടത്തി സ്വർണം മൺകൂടത്തിൽ അടച്ചുവെച്ചാൽ ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കിയിരുന്നത്. പ്രതികൾ സ്ത്രീകളെ മറയാക്കി ഇരവാദം ഉന്നയിച്ചും കേസിൽ അന്വേഷണം വൈകിപ്പിച്ചിരുന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിന് ചുരുളഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ഈ തട്ടിപ്പ് രീതി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ ഷമീമ എന്ന ജിന്നുമ്മയും കൂട്ടാളികളും വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഹോസ്ദുർഗ് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിരുന്നു. അവരെ ഇവിടെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിസമ്പന്നന്മാരായ ആളുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിചയത്തിലാവുകയും പിന്നീട് വലിയ തോതിൽ ഇത്തരത്തിൽ ദുർമന്ത്രവാദവും ഒക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതാണ് ഇവരുടെ രീതി. അത് 45 ദിവസത്തെ പൂജ, അതാണ് ഇവർ പറയാറുള്ളത്. ആ 45 ദിവസത്തെ പൂജക്കിടയിൽ മൺകൂടത്തിലാണ് സ്വർണം ഇത്തരത്തിൽ നിക്ഷേപിക്കേണ്ടത്. ആ സ്വർണം ഇരട്ടിപ്പിക്കും എന്നാണ് ഇവർ പറയാറുള്ളത്. ഇതിന് ഈ പൂജ നടക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാൻ ഇവർ ആവശ്യപ്പെടും. ആ സമയത്താണ് ഈ മൺകൂടത്തിൽ നിന്നും ഇവർ ഈ സ്വർണം ബാഗുകളിലേക്ക് മാറ്റിയെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ വീട്ടിൽ നിന്നും പരിശോധന ചെയ്തതിൽ നിന്നും നിരവധി ഏലസുകൾ, അതുപോലെ തന്നെ മന്ത്ര തകിടുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 5000-ലധികം ഏലസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഒരു ഏലസിന് 2500 മുതൽ 5000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ആ ഇനത്തിലും ഇവർ ഇത്തരത്തിൽ സമ്പാദിച്ചിട്ടുള്ളത്. ഏതായാലും ഇവരെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഇനിയും കൂടുതൽ വിവരങ്ങളുണ്ട്. കൂടുതൽ പേർ ഇവരുടെ കെണിയിൽ അകപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഒരു ആളാണ്. ഇവരാണ് ഇത്തരത്തിൽ ഈ സൗഹൃദം, അതിസമ്പന്നരായ ആളുകളെ സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവർക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഈ സ്വർണം ഇരട്ടിപ്പിക്കും, അതുകൂടാതെ നിധി കണ്ടെത്തി കൊടുക്കും, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ഈ ആത്മീയ പൂജയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പ് നടത്തിയത്. എന്തായാലും പോലീസ് അത്തരത്തിൽ ഒരുപാട് തെളിവുകൾ കണ്ടെത്തി. മാത്രമല്ല ഇവരുടെ അക്കൗണ്ടുകളിൽ, ഇവരുടെയും ഇവരുടെ സഹായിയുടെയും അക്കൗണ്ടുകളിൽ വലിയ തുക ഇവരുടെ അക്കൗണ്ടിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും വഴിത്തിരിവായതും. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഏതായാലും ഈ ഗഫൂർ ഹാജിയിൽ നിന്നും ഇത്തരത്തിൽ ഈ തട്ടിയ സ്വർണം തിരിച്ചു ചോദിച്ചു എന്നതാണ് ഇതിലേറ്റവും നിർണായകമായത്. അതിൽ ഇവരെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഇവർ ആസൂത്രണം ചെയ്യുകയും പിന്നീട് ആ കൊലപാതകം 596 പവൻ സ്വർണമാണ് ഈ സംഘം ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുക്കുന്നത്. പല രീതിയിലുള്ള ദുർമന്ത്രവാദങ്ങൾ നടത്തി സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പായിരുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ ഗഫൂർ ഹാജിയുടെ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബൈജു, ഈ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇതോടൊപ്പം ഇവരാരെയൊക്കെ ഇത് സമാനമായ രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെ ഈ സ്വർണവും പണവും തട്ടിയെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന്റെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഇവർ ഈ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയ സ്വർണത്തിൽ നിന്നും 30 പവൻ സ്വർണം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് കാസർകോട്ടെ ഒരു ജ്വല്ലറിയിൽ ഇവർ വിൽപ്പന നടത്തുകയായിരുന്നു. ആ സ്വർണം ഏതായാലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഈ കേസിൽ വലിയ തെളിവ് കൂടിയായി മാറുകയാണ്. ഇവർ നേരിട്ട് പോയി ആ ജ്വല്ലറിയിൽ ഇത്തരത്തിൽ വിൽപ്പന നടത്തുകയെന്നാണ് പോലീസ് പറയുന്നത്. അത് 30 പവൻ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റേത് നിരവധി പരാതികൾ ഇവർക്കെതിരെ വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും നാണക്കേട് കൊണ്ട് ഈ പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ നിധി കണ്ടെത്തി കൊടുക്കും, അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞൊക്കെ ഈ വാങ്ങിയ പണം അത് പുറത്ത് സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ഇവർക്കെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ട്. അത് കണക്കിലെടുത്ത് ഇവർ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്പന്നന്മാരെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ പണം പോയാലും മാനം പോകരുത് എന്ന ഒരു ചിന്തയിൽ പലരും പരാതിയുമായി എത്തുന്നില്ല. പക്ഷേ അപ്പോഴും ഈ പരാതിയുമായി എത്തിയവർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന്
പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അത്തരത്തിൽ ഉണ്ടാകും. മാത്രമല്ല ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഈ 3 സ്ത്രീകളെയും അതുപോലെ തന്നെ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമയുടെ ഭർത്താവ്, ഇത്രയും ആൾക്കാരെ മാത്രമേ ഇപ്പോൾ പോലീസിന് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി കണ്ടെത്തണം. അത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് 1.5 വർഷത്തോളം ഈ കേസ് ഇത്ര വൈകി എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അത് പ്രധാനമായും ഇവർ ഈ 3 സ്ത്രീകളാണ് ഇതിൽ സംശയത്തിന് മുന്നിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും പോലീസ് തങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഇരവാദവുമായി ഇവർ രംഗത്ത് വന്നതാണ് ഈ അന്വേഷണത്തിന് വലിയ തടസ്സമായത്. ഒടുവിൽ പോലീസ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാണ് ചോദ്യം എന്ന് ഇവരെ ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇവർ പോലീസ് കൃത്യമായൊരു ചോദ്യം ചെയ്യലിപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായതും ഇവർ ഈ പിടിയിലാകുന്നു. ഏതായാലും ഈ സംഘം വലിയ തോതിൽ കൊലപാതകം നടത്തിയതിന് ശേഷവും നിരവധി ആളുകളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് 2014 പ്രതിഷേധമുണ്ടായ സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവില് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതോ ഇനി അവരെ പോലീസിന്റെ കസ്റ്റഡിയിലാണോ നിലവിൽ പ്രതികളുള്ളത്? ടോമെ, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിൽ പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ടോമെ, അത് ഇവരുടെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവർ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. പോലീസ് വലിയ തോതിൽ ബുദ്ധിമുട്ടിയാണ് ഈ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയത്. ഇതിൽ ഈ വീട്ടിന്റെ അകത്തു നിന്നും ഈ തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് രോഷാകുലരായ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയത്. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തോടെയായിരുന്നു. ഇന്നലെ ഏറെ വൈകി രാത്രിയോട് കൂടിയാണ് ഈ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയത്. എന്തായാലും ഈ ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റ് ഇടങ്ങളിലൊക്കെ ഈ ജ്വല്ലറിയിലുള്ള തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇവർ ആരെങ്കിലും ഇത്തരത്തിൽ ഈ അകപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ല മാത്രമല്ല ഇത്തരത്തിൽ ഈ സ്വർണം ഒരുപാട് ആളുകളിൽ നിന്നും ഇവർ ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോലീസിന് കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ നിരവധി പരാതികൾ പോലീസിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ കേസുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ്. കർണാടകത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. കർണാടകത്തിലെ ഗഫൂർ ഹാജി കൊലക്കേസിലാണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.